അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയമുള്ളവരെ, നവംബർ 14 ശിശുദിനം ആഘോഷിക്കുകയാണെന്ന് നാം എല്ലാവരും. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിനോടനുബന്ധിച്ചുകൊണ്ടാണ് നാം ശിശുദിനം ആഘോഷിക്കുന്നത്. അദ്ദേഹത്തിന് കുട്ടികളോട് വളരെയേറെ സ്നേഹവും അനുകമ്പയുമുള്ള ഒരു വ്യക്തിയായിരുന്നു. ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രമാണ്. ഒരിക്കൽ ജാബിർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 4 കാലിൽ നിൽക്കുകയാണ്. ആ സന്ദർഭത്തിൽ അവിടുത്തെ പേരമക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവർ രണ്ടുപേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചുമലിൽ കയറി വാഹനമാക്കിയിരിക്കുകയാണ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുന്നുണ്ട്, നിഅമൽ ജമലു ജമൽകുമാ, നിങ്ങളുടെ വാഹനം കൊള്ളാമല്ലോ, എത്ര നല്ല വാഹനമെന്ന് അവിടുന്ന് പറയുക. ഒരു വേള നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദ് ദീർഘമായപ്പോൾ പുറകിൽ നിന്നിരുന്ന ഷദ്ദാദ് റളിയല്ലാഹു അൻഹു തല പൊക്കി നോക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചുമലിൽ തൻ്റെ പേരമക്കളിൽ ഒരാൾ കയറി ഇരിപ്പായി. അവരെ വിഷമിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉദ്ദേശിച്ചില്ല. അതുകൊണ്ടാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദ് ദീർഘമാക്കി. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലുടനീളം കുട്ടികളോട് വളരെ സ്നേഹവും വാത്സല്യവും കരുണയുമുള്ള വ്യക്തിയായിരുന്നു ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. മറ്റൊരിക്കൽ അനസ് റളിയല്ലാഹു അൻഹുവിന് ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. അബൂ ഉമൈർ എന്നായിരുന്നു ആ കുട്ടിയുടെ പേര്. അബൂ ഉമൈറിന് നുഗൈർ എന്നു പേരുള്ള ഒരു കുരുവി ഉണ്ടായിരുന്നു. ആ കുരുവിയുമൊത്ത് എപ്പോഴും അബൂ ഉമൈർ കളിക്കുമായിരുന്നു. ഒരു ദിവസം ആ കുരുവി ചത്തുപോയി. ആ സന്ദർഭത്തിലാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഉമൈറിന്റെ വീട്ടിൽ വന്നിട്ട് പറയുകയാണ്, യാ അബാ ഉമൈർ മാ ഫഅല നുഗൈർ, ഓ അബൂ ഉമൈറെ, നിന്റെ നുഗൈറിന് എന്തു പറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടിയെ ആശ്വസിപ്പിക്കുകയാണ്. മറ്റൊരു റിവായത്തിൽ കാണാം, ആ കുട്ടി പുഞ്ചിരിക്കുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കുട്ടിയെ കളിപ്പിച്ചു എന്ന്. ഇങ്ങനെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലുടനീളം കുട്ടികളോട് വാത്സല്യവും കാരുണ്യവും സ്നേഹമുള്ള വ്യക്തിയായിരുന്നു. ആ നബിയെ പിൻപറ്റി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.